ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ മധ്യാഹ്ന വന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇതൊരു മതത്തിൻ്റെ സന്ദേശമല്ല, മതമാറ്റത്തിൻ്റെ സന്ദേശവുമല്ല. മഹാദൈവത്തിൻ്റെ മടിത്തലം വിട്ട്, മാലാഖമാരുടെ ആരാധന വിട്ട്, മഹീതലത്തിൽ മറിയത്തിൻ്റെ മകനായി മണ്ണിൽ അവതരിച്ച്, മാനമധ്യേ പാവന ജീവൻ നയിച്ച്, മരക്കുരിശിൽ മരിച്ച്, മണ്ണിൽ അടക്കപ്പെട്ട്, മഹത്വം കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വത്സല ശിഷ്യന്മാരെ അരികിൽ വിളിച്ച പ്രകാരം അരുളി ചെയ്തു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളുടെ ഉപദേശമൊക്കെയും പഠിപ്പിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാഷ്ട്രങ്ങളിൽ നിന്ന് അസമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും യുദ്ധവും യുദ്ധശ്രുതികളും മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഇന്ന് വർത്തമാന പത്രം പരിശോധിച്ചാൽ ഇന്ന് ഇറാനും ഇസ്രായേലും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള യുദ്ധവും അതോടൊപ്പം തന്നെ യുദ്ധശ്രുതികളും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു 2000 ആണ്ടുകൾക്കപ്പുറത്ത് തൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിച്ചു: കർത്താവെ, അങ്ങയുടെ വരവിനും യുഗാവസാനത്തിനും അടയാളമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരമാണ് തിരുവാമൊഴിഞ്ഞത്: രാജൻ രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും, അപ്പൻ മക്കളെയും മക്കൾ അപ്പനെയും ഏൽപ്പിച്ചു കൊടുക്കും. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും. കടലിന്റെ ഓളവും തിരയുടെ മുഴക്കുന്ന ജാതികൾ പരിഭ്രമിക്കും. അത്തി മുതലായ വർഷങ്ങൾ തളർക്കുന്നു കാണുമ്പോൾ ഞാൻ വേനലെടുത്തു, ഞാൻ വാതിക്കൽ എന്നറിവീൻ എന്നാണ് പറഞ്ഞത്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐക്യ ആഗമനത്തിനുള്ള ലോക സംഭവങ്ങൾ ഇന്ന് കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രമിച്ചിട്ടും ഈ യുദ്ധത്തിന് ശമനം ഉണ്ടാക്കുവാനോ സമാധാനം ഉണ്ടാക്കുവാനോ കഴിയാത്തതിന്റെ കാരണമെന്ന് നാം ചിന്തിച്ചാൽ അതിന് ഉത്തരം പറയുന്നത് ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിൾ ഒരു കയ്യിലും ഇന്നത്തെ വർത്തമാന പത്രവും വെച്ച് നാം പരിശോധിച്ചാൽ, ലോക ചരിത്രത്തിന്റെ ഏടുകൾ തന്നെ പരിശോധിച്ചാൽ ഇന്ന് നടക്കുന്ന യുദ്ധത്തിന്റെ കാരണമെന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നടക്കുന്ന യുദ്ധത്തിന്റെ കാരണമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു എന്നതാണ് അതിന്റെ കാരണം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു എന്ന ലോകൈകരക്ഷകൻ ഈ പ്രപഞ്ചത്തിലേക്ക് മാനവരാശിയുടെ ത്രാണനാർത്ഥം കടന്നു വരികയും അങ്ങനെ കടന്നു വന്ന സാക്ഷാൽ ഈശ്വരനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നാം ഏതൊരു മതഗ്രന്ഥം വെച്ച് പരിശോധിച്ചാലും യേശുക്രിസ്തു വെളിപ്പെട്ട ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബൈബിൾ യേശുക്രിസ്തുവിനെ ഇപ്രകാരമാണ് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മുഖാന്തരം സർവ്വവും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ സത്യവെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, സത്യവെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഇപ്രകാരം വീണ്ടും പറയുകയാണ്: വചനം ശരീരമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ഭൂമിയിലേക്ക്, കാലത്തിൽ നിന്നും കാലാതിയിൽ നിന്നും കാലത്തിലേക്ക് കന്യകയുടെ മകനായി കാലത്തകവിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് ജന്മപാപമില്ലാതെ ഭൂമിയിൽ ജീവിച്ച ഒരേ ഒരുവൻ അവനാണ് പ്രിയരെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ലോക ചരിത്രം പരിശോധിച്ചാൽ, ലോകത്തിലെ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇന്നോളം പാപമില്ലാതെ
ഒരുത്തൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്നെ ശ്രദ്ധിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരെ, നമ്മുടെ വേദങ്ങൾ പരിശോധിച്ചാൽ 4 വേദങ്ങളാണല്ലോ ഭാരതീയ സംസ്കാരത്തിനുള്ളത്. അതിൽ 4 വേദങ്ങളിൽ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം, ഈ 4 വേദങ്ങളിൽ ഋഗ്വേദത്തിന്റെ പേജുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ 10-ാം മണ്ഡലം 21 എന്നുള്ള സൂത്രങ്ങൾ വായിച്ചാൽ അതിലിപ്രകാരമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ ഈ യുദ്ധത്തിനും അതുപോലെ ഈ കാണുന്ന അസമാധാനത്തിനും പരിഹാരം വരണമെങ്കിൽ വിശ്വകർമാവായി പ്രജാപതി യാഗമായി തീരുകയും ആ യാഗത്തിലൂടെ മാത്രമേ മനുഷ്യന് മോക്ഷപ്രാപ്തി ലഭിക്കുകയുള്ളൂ. ആ വിശ്വപ്രജാപതിയിലൂടെ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ സമാധാനം പുലരുകയുള്ളൂ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യസ്മാജാതം ന പുരി കിം ചൈനവായ ആവഭൂഭവാവിനി വിശ്വപ്രജാപതി എന്നാണ്. ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സത്ത മാത്രമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആത്മാവായി ഇതുമേഘ ഏവാഗ്രേ ആസ്നെന്ന് ഈ അഥവാ ചാന്തോക്യ ഉപനിഷത്ത് 2 പറഞ്ഞിരിക്കുന്നത്. ആത്മാവായ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ആശയം കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടവരല്ല ഈശ്വരൻ. മതമന്ദിരങ്ങളിൽ ഉറങ്ങാത്ത മഹാദൈവമായിരിക്കുന്ന ഈശ്വരൻ. ആ ഈശ്വരനെ കുറിച്ച് പറയുകയാണ്: പുരുഷേവേദം സർവം അത്ഭുതം മെച്ചഭാവ്യം ഉദാമതത്വത്തെ സാധോ എന്നോനാതിരോഹിത. ഈ പുരുഷനാണ് സർവത്തിനും കാരണഭൂതനായിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പുരുഷ വിശേഷത്തെ കുറിച്ച് ബൈബിൾ പറഞ്ഞു: അവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്നോളം അഥവാ ഭാരതീയ മതഗ്രന്ഥങ്ങൾ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ബ്രഹ്മാണ്ടങ്ങളും ആരണ്യങ്ങളും ഏതെല്ലാം പഠിച്ചു പരിശോധിച്ചാലും 108 ഉപനിഷത്തുകൾ നാം പരിശോധിച്ചാൽ അതിലും അന്വേഷിക്കുന്ന ഈ സത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ് പ്രിയരെ. അതുകൊണ്ടാണ് സത്യജ്ഞാനം ബ്രഹ്മം എന്നാണ് ഈ ഉപനിഷത്ത് ആചാര്യന്മാർ രേഖപ്പെടുത്തിയത്. സത്യജ്ഞാനമാണ്, അത് അനന്തമാണ്, ബ്രഹ്മമാണ്. ആ ബ്രഹ്മമായിരിക്കുന്ന ഈശ്വരൻ തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചുവെങ്കിൽ മാത്രമേ മാനവരാശിക്ക് സമാധാനം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, 114 സുഹൃത്തുവിധമായ ഖുർആൻ പരിശോധിച്ചാൽ 6666 വാക്യങ്ങൾ ഖുർആൻ പരിശോധിച്ചാൽ അതിൽ 3-ാം സൂറത്ത് 145 ആയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: അള്ളാഹയുടെ റൂഹിനാലും കൽമയാലും കലമത്തുള്ളയാൽ പുരുഷബന്ധം കൂടാതെയാണ് ഈസാ നബി ലോകത്തേക്ക് അവതരിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, മുഹമ്മദ് നബി പോലും പറഞ്ഞിരിക്കുന്ന സഹീഹുൽ ബുഖാരിയിൽ പറയുന്നത് ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഏക നബി ഈസ എന്നാണ്. ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന വാക്കിനിരുന്ന സലാം അഥവാ അനുസരിക്കുക, കീഴടങ്ങി അനുസരിക്കുന്ന മതമാണ് ഇസ്ലാം. ആ മതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 1,25,000 നബിമാരുണ്ടവർക്ക്. അതിൽ 25 പ്രധാനപ്പെട്ട നബിമാരുണ്ടെങ്കിലും ആ നബിമാരിൽ നിന്നും ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഏക നബി എന്ന് മുഹമ്മദ് നബി സാക്ഷീകരിച്ചിരിക്കുന്ന ഏക നബിയാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു കേവലം ഒരു പ്രവാചകനല്ല പ്രിയരെ, അവൻ വെളിപ്പെട്ട ദൈവമാണ്. ആ വെളിപ്പെട്ട ദൈവമായ കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഈ ഭൂമിയിലേക്ക് യേശുക്രിസ്തു വന്നത് ഒരിക്കലും ഒരു മതം സ്ഥാപിക്കുവാനല്ല. ഞാൻ ആദ്യോടന്തം ബൈബിൾ 66 ഗ്രന്ഥ സമുച്ചയമായ ബൈബിൾ പരിശോധിച്ചു. അതിലെങ്കിലും ക്രിസ്തു മതം എന്നൊരു മതം എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ എന്തിനാണ് വന്നത്? കർത്താവായ യേശുക്രിസ്തു എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ കർത്താവിനോട് തന്നെ ചോദിക്കുക: അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? അങ്ങെന്തിനു വന്നു എന്ന് ചോദിച്ചാൽ 2 ഉത്തരമാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് ക്രോഡീകരിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ. ഒന്ന്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആർക്കും ഒരു നാളും എന്തുകൊണ്ട് ഈശ്വരനെ കാണാൻ കഴിയുന്നില്ല? പറയുകയാണ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം ആത്മാവാകുന്നു. ഇത് തന്നെയാണ് ഉപനിഷത്തുക്കളും പറഞ്ഞിരിക്കുന്നത്. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ മനുഷ്യ ചർച്ചകൾ കൊണ്ട് കാണുക അസാധ്യമാണ് പ്രിയരെ. അതുകൊണ്ടാണ് ആത്മാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ, ഈ പ്രപഞ്ചത്തിലേക്ക് ഈശ്വരൻ മനുഷ്യനെ അവതരിക്കുവാൻ അവന് തിരുപ്രസാദമായപ്പോൾ ആ ദൈവം പറയുക: ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ എന്നെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അഥവാ കേരളത്തിലേക്ക് മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ നാം എല്ലാം അതിന്റെ തയ്യാറെടുപ്പുകൾ കണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനിതനായ പ്രധാനമന്ത്രി അഥവാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി കേരളത്തിലെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുവാൻ വരുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ കേരള സർക്കാർ അപേക്ഷ സമർപ്പിച്ചു നമ്മുടെ പ്രധാനമന്ത്രിക്ക്. അവിടുന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് സ്വീകരിച്ച ശേഷം ഒരു ദിവസം നിങ്ങളുടെ ഡേറ്റ് അറിയിച്ചു. എന്നതുപോലെ തന്നെ ദൈവം മനുഷ്യനായി അവതരിക്കും, എന്ന് അവതരിക്കും, എപ്പോൾ അവതരിക്കും, എവിടെയാണ് അവതരിക്കുന്നത്, എങ്ങനെയാണ് അവതരിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്, എങ്ങനെയാണ് അടക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്, എങ്ങനെ സ്വർഗാരോഹണം ചെയ്യും, എങ്ങനെ സ്വർഗത്തിന് മടങ്ങി വരും, ഇത്യാദി കാര്യങ്ങളെല്ലാം നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പുരുഷാന്തരങ്ങൾക്കപ്പുറത്ത് പറഞ്ഞതും പ്രകാരമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, കേവലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജിക്ക് കേരളത്തിൽ മെട്രോ ഉദ്ഘാടനം ചെയ്യുവാൻ വരണമെങ്കിൽ അദ്ദേഹം ഒരു ദിവസം ഇങ്ങോട്ട് അറിയിക്കും. ആ ദിവസം അറിയിച്ചു കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം മുതൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം വാചാലമായി തീരും. ഇന്ന ദിവസം ഇന്ന സമയത്ത് പ്രധാനമന്ത്രി അഥവാ നാം അറിയുന്ന പോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങും. അവിടെ നിന്ന് ഇന്ന വാഹനത്തിൽ യാത്ര ചെയ്ത് ഇന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് അഥവാ മെട്രോ ഉദ്ഘാടനം ചെയ്യുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചതിന് പ്രകാരമാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അഥവാ കേരളത്തിൽ വന്ന് മെട്രോ ഉദ്ഘാടനം ചെയ്തതെങ്കിൽ അഖിലാണ്ടത്തിൽ ഉടയവനായ ഈശ്വരൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിക്കുവാൻ അവനൊരു അഥവാ മുന്നൊരുക്കമില്ലേ? അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ബൈബിളിൽ പഴയ നിയമം എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയ പ്രകാരമാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത്. യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിക്കുന്നത് പറയുകയാണ്. ഇന്നേക്ക് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും വെച്ച് ആദാമിനോട് പറയുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ, പാതാളത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ, അസമാധാനത്തിലായിരിക്കുന്ന മനുഷ്യൻ, മരണത്തിന് വിധിക്കപ്പെട്ട നരകത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യ രക്ഷിപ്പാൻ ഈശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശ്വരൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ അവൻ സ്ത്രീയുടെ സന്തതിയായി വരണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കൊണ്ട് അകൃത്യത്തിൽ ഞാൻ ഒഴിവായി, പാപത്തിന് എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്നാണ് അഥവാ ദാവീദ് രാജാവ് പോലും പാടുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, പാപത്തിൽ ജനിക്കുന്ന പാപിയായ മനുഷ്യൻ, അതുകൊണ്ടാണ് നീതിസാരം പറയുന്നത്, പാപിയല്ലാതില്ലൊരു നരം ഭൂതലേ കോപശീലം ശിശുവെങ്കിലും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ശിശു കോപിക്കുന്നതെന്ന് ചോദിച്ചാൽ അവന് ജന്മപാപമുണ്ട്. അങ്ങനെ ജന്മപാപം ഉണ്ടാകുവാൻ കാരണം ഏക മനുഷ്യനായ നമ്മുടെ എല്ലാം പൂർവ്വപിതാവ് ആദാം പാപം ചെയ്തു. ആദാമീ കുലത്തിൽ ജനിച്ച സമസ്ത മാനവരാശിയും ഒരുപോലെ പാപികളായിരിക്കുന്നു. ഈ പാപികളായിരിക്കുന്ന മനുഷ്യൻ ദുഃഖവും ദുരിതവും രോഗവും നിറഞ്ഞ് ഭയാനകമായ ശാപത്തിൻ കീഴിൽ മരണത്തിൻ കീഴിലായിരിക്കുന്നു. അതുകൊണ്ടാണ് പാപത്തിന്റെ ഭയാനകത എന്ന് പറയുന്നത്. ഇന്ന് പാപം ഏറ്റവും വളർന്നു പോയിരിക്കുകയാണ്. ഈ പാപത്തിന്റെ അത്യുച്ചകൂടി നിൽക്കുമ്പോൾ ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തെ കുറിച്ച് അന്ത്യകാലഘട്ടമെന്നാണ്. അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യർ സ്വസ്നേഹികളാകും. നാമോ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം കാര്യം സിന്ധാവ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇന്നത്തെ ജനത എന്ന് പറഞ്ഞ്. സ്വസ്നേഹികളാകും, വമ്പു പറയുന്നവരാകും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാകും, ദാഷ്ടിക്കാരാകും, നെഹളികളാകും, ഭോഗപ്രിയരാകും, ഉഗ്രന്മാരാകും, സൽഗുണദോഷികളാകും. അതുപോലെ തന്നെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരായി തീരും. ഈ തലമുറ എന്ന് പറയുന്നത് ഇന്ന് ആ രീതിയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇത് ഭയാനകമായ കലുഷമായിരിക്കുന്ന ഒരു ലോക കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മാനവരാശിയുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് അവതരിക്കുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നാണ് BC 700 ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവവചനം രേഖപ്പെടുത്തിയത്. അതും പ്രകാരം ഗബ്രിയേൽ ദൂതൻ ഇതാ നസ്രേത്തിലെ അഥവാ ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയയുടെ അടുക്കൽ വന്ന് ഗബ്രിയേൽ ദൂതൻ അറിയിക്കുകയാണ്, മറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവനെ സംബന്ധിച്ച് പറയുകയാണ്, അവൻ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ എന്നേക്കും ദാവീദ് രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല, അവൻ അത്യുന്നതന്റെ പുത്രനായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ദൈവത്തോടുകൂടെ ദൈവമായിരിക്കുക എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായിരിക്കുന്ന ഏകസത്യ ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയ കണികാനങ്ങളെന്ന് പരിശോധിച്ചാൽ അഥവാ ആറ്റം പരിശോധിച്ചാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ 3 സെല്ലുകൾ ഒന്നായിരിക്കുന്നു കാണാം. ഇനി അത് കാണുന്ന ഒരു വസ്തുവിലേക്ക് വന്നാൽ ഹരം, ദ്രാവകം, വാതകം, അവിടെയും 3 കാണാം.
കാണാം. ഇനി കാലത്തിലേക്ക് വന്നാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം അവിടെയും ഒന്നുണ്ടെന്ന് കാണാം. അതുകൊണ്ടാണ് മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്തയായ ദൈവം, ആ ദൈവം കന്യകയിലൂടെ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്യുവാൻ മറിയത്തോട് അറിയിച്ചപ്പോൾ മറിയ പറഞ്ഞു, ഞാൻ വിവാഹം നിശ്ചയം കഴിഞ്ഞ കന്യകയായ സ്ത്രീയാണ്, ഇന്നുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്കൊരു പുരുഷപ്രജ ലഭിക്കുന്നത്? അപ്പോൾ വീണ്ടും ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്വം എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി തീർന്നു. അതുകൊണ്ടാണ് ഗർഭിണിയായി തീർന്ന മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ജോസഫ് ആഗ്രഹിച്ചപ്പോൾ ആ ജോസഫിനോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, ജോസഫിനെ നീ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്ഭൂതമായിരിക്കുന്നു പരിശുദ്ധാത്മാവിലല്ലോ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി ജന്മഭാവമില്ലാതെ ജനിച്ച ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഏക വ്യക്തി പ്രഭാവമുണ്ടെങ്കിൽ അവനാണ് പ്രിയരെ കർത്താവായ യേശുക്രിസ്തു. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നാം അറിയുന്ന പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്ത് അവൻ ഈ ലോകത്തൂടെ സഞ്ചരിച്ചു. അവൻ കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചു. അപ്പോൾ ആഞ്ഞടിച്ച പ്രചണ്ഡവാദത്തെയും അലറി വന്ന ആഴിയെയും അൽപാക്ഷം കൊണ്ട് അടക്കി നിർത്തുവാൻ കഴിഞ്ഞത് ഇവൻ ആഴിയെയും ഊഴിയെയും സൃഷ്ടിച്ചവനാണ്. കാലാതിയിൽ കാലത്തിലേക്ക് ഇറങ്ങി വന്ന് കാനാവിലെ കല്യാണ വീട്ടിന്റെ കൽപ്പാത്ര നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു ഇപ്രകാരം കൽപ്പിച്ചു, കോരി നിറപ്പീൻ, കോരി കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ കാലത്തിനതീതനായ ദൈവം ഈ കാനാവിലെ വീട്ടിലേക്ക് വന്ന് ആ കൽപ്പാത്ര നടുവിൽ നിന്നപ്പോൾ പച്ചവെള്ളം എന്തുകൊണ്ട് മുന്തിരിച്ചാറായി മാറി അഥവാ വീഞ്ഞായി മാറി എന്ന് ചോദിച്ചാൽ അവന് കാലത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ ജീവനുള്ള ഏകസത്യദൈവം അറിയിപ്പാൻ തക്കവണ്ണം അവൻ കാലത്തെ നിയന്ത്രിച്ചു പോരാം, അവൻ പ്രകൃതിയെ നിയന്ത്രിച്ചു പോരാം, അവൻ ജീവനെ നിയന്ത്രിക്കുന്നവനായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അഥവാ ഏകദേശം നാം മനസ്സിലാക്കുമ്പോൾ ഈ സമപ്രായക്കാരനായിരുന്ന ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായി അടക്കപ്പെട്ട് നാറ്റം വയ്ക്കുന്ന അവസ്ഥയിലെത്തി. എന്നാൽ യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസർ പുറത്തു വരിക, ലാസർ പുറത്തു വരിക എന്നാണ് പറഞ്ഞത്. ഇത് ബൈബിൾ മാത്രമല്ല, ഖുറാനും പറഞ്ഞിട്ടുണ്ട് പ്രിയരെ. അതുപോലെ വെള്ളപ്പാണ്ടുകാരനെ സൗഖ്യമാക്കി എന്ന് ഖുറാനും പറഞ്ഞിട്ടുണ്ട്. അനവധി രോഗസൗഖ്യം കൊടുത്ത് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഏതൊരു ഗ്രന്ഥം വെച്ച് പരിശോധിച്ചാലും അവനെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്ത ഒരു പുരുഷ വിശേഷം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിക്കുക, ജീവൻ കൊടുത്ത് ജീവനെ പ്രാപിക്കുവാൻ കഴിവുണ്ടെന്ന് ലോകത്ത് അരുളി ചെയ്ത ഒരേ ഒരുവൻ അവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അന്ന് മതങ്ങളുടെ മാതാവെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യഹൂദാ മതമുണ്ട്. യഹൂദാ മതത്തിൽ മഹാപുരോഹിതനുണ്ട്, അവിടെ യാഗവുമുണ്ട്, വലിയ ബലിയുണ്ട്, വഴിപാടുണ്ട്. അങ്ങനെ യാഗവും ബലിയും വഴിപാടുമുള്ള സമയത്താണ് യേശുക്രിസ്തു ഇപ്രകാരം ലോകത്തിന്റെ നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീൻ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്ക് എത്തുന്നില്ല. അർത്ഥാൽ ദൈവം എല്ലാവർക്കും സൃഷ്ടി പിതാവായിരിക്കൊണ്ട് ആ സ്നേഹസ്വരൂപനായി പിതാവിന്റെ അടുക്കിലേക്ക് ഒരിക്കലും പാപിക്കെത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പാപത്തിന് പരിഹാരം വരുത്തി അവനെ സ്വർഗത്തിൽ എത്തിക്കുവാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയരെ. നിങ്ങൾ ഫിലിപ്പിലെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ സറാഫുകളും മുപ്പന്മാരും അനവരതം ആരാധനായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം, ആ സ്വർഗത്തിലെ ദൈവത്തെ അഥവാ ദൈവദൂതന്മാർ സ്തുതിക്കുന്നത് 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പാദം മൂടി, 2 ചെറു കൊണ്ട് പറന്നെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 3-4 പറഞ്ഞ് കൂട്ടിയില്ല, 2 പറഞ്ഞ് കുറച്ചില്ല. പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. ഈ പരിശുദ്ധനായ ദൈവം വചനം ശരീരമായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു കഴിഞ്ഞപ്പോൾ ആ ജന്മഭാവമില്ലാത്ത കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി സ്വർഗത്തിലേക്ക് മാനവരാശിക്ക് അതുപോലെ പുതുവഴി തുറക്കും. പാപത്തിൽ ജനിച്ച് പാപജടത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കണമെങ്കിൽ പാപത്തിന്റെ പരിഹാരം വരണം. അതുകൊണ്ടാണ് പാപിയെ രക്ഷിപ്പാൻ
ലോകത്ത് വന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇന്നോളം ഒരു അവതാര പുരുഷൻ അവതരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് പ്രിയരെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് പാപികളെ രക്ഷിച്ചത്? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗെത്സമനായ എന്ന തോട്ടത്തിൽ മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരകനായ ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണം, എങ്കിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമോ മാനവരാശിയുടെ മോക്ഷപ്രാപ്തിയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്മേൽ ലോകത്തിന്റെ പാപം ചുമക്കും ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടിന്മേൽ യേശു ക്രിസ്തുവിന്റെ മേൽ മാനവരാശിയുടെ പാപം മുഴുവൻ അവർ ചുമത്തി. അങ്ങനെ ചുമത്തപ്പെട്ട ക്രിസ്തു 3 മതക്കോടതി 3 സിവിൽ കോടതി മാറി മാറി വിസ്തരിച്ചു. ആദ്യം ഹന്നാവെന്ന മഹാപുരോഹിതൻ വിസ്തരിച്ചു, ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും അഥവാ യഹൂദ മഹാപുരോഹിതൻ കയ്യഫാസ് വിസ്തരിച്ചു, ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും വിസ്തരിക്കേണ്ട സന്നിധി സംഘം എന്ന് പറഞ്ഞാൽ യഹൂദ മതക്കോടതി വിസ്തരിച്ചു, ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും അവനെ പിലാത്തോസിന്റെ കോടതിയിലേക്ക് അയച്ചു. പിലാത്തോസ് എന്ന റോമൻ ഗവർണർ വിസ്തരിച്ചു, അവനിൽ കുറ്റവും കാണാഞ്ഞിട്ട് നേരെ ഗലീലായിലെ രാജാവായിരുന്ന അഥവാ ഹെറോദാസിന്റെ അടുക്കിലേക്ക് അയച്ചു. ഹെറോദാസും വിസ്തരിച്ചു, ഒരു തെറ്റും അവനിൽ കണ്ടെത്താൻ കഴിയില്ല. വീണ്ടും പിലാത്തോസിന്റെ കോടതി വീണ്ടും 6ാം കോടതി വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്നെ ശ്രദ്ധിക്കാൻ സ്നേഹിത, എന്തുകൊണ്ടാണ് ഇന്ന് ഇറാനും അതുപോലെ അമേരിക്കയും ഇസ്രായേലും അതുപോലെ എന്തുകൊണ്ട് ഇസ്രായേൽ ഇന്നും ഈ യുദ്ധത്തിൽ തന്നെ തുടരുന്നുവെന്ന് ചോദിച്ചാൽ അവർ ഒരേ ഒരു കാരണം ബൈബിൾ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ യുദ്ധങ്ങൾ അവസാനിക്കണമെങ്കിൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ നിർമ്മലനായിരിക്കുന്ന നിസ്തൂര്യനായിരിക്കുന്ന ദൈവത്തിന്റെ മനുഷ്യാവതാരമായിരിക്കുന്ന മാനവരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് അവർക്ക് ശിക്ഷയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിച്ച ശേഷവും ഈ നീതിമാനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുവാൻ അഥവാ യാതൊരു വിധി കൽപ്പിക്കുവാൻ കഴിയാതെ പീലാത്തോസ് വിഷമിച്ചു നിൽക്കുമ്പോൾ ഈ നീതിമാൻ രക്തം എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അവൻ കൈ കഴുകി ഒഴിവാകുന്ന സമയത്ത് യഹൂദൻ പറയുകയാണ്, ഈ ക്രിസ്തുവിന്റെ രക്തം, ഈ നസ്രേത്തുകാരനായ യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിലും വരട്ടെ എന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ആരെല്ലാം വില പറഞ്ഞിട്ടുണ്ടോ അവനെല്ലാം കണക്ക് പറയേണ്ടി വരുമെന്ന് ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ് യഹൂദന്റെ ചരിത്രം എന്ന് പറയുന്നത്. നാം അറിയുന്ന പോലെ യഹൂദൻ ചോദിച്ചു വാങ്ങിയ ആ രക്തത്തിന്റെ കണക്ക് പറയുവാൻ തുടങ്ങി AD 70 വരുമ്പോൾ അഥവാ റോമൻ ചക്രവർത്തി ടൈറ്റസ് സൈന്യവുമായി വന്ന് യഹൂദന്റെ കാലത്തെയും അഭിമാന സ്തംഭമായിരിക്കുന്ന സോളമൻ രാജാവ് പണികഴിപ്പിച്ചതും എന്നാൽ ഹെറോദാസ് രാജാവ് പുതുക്കിപ്പണതുമായ അതിമനോഹരമായ ദൈവാലയം, ആ ദൈവാലയം അന്ന് റോമൻ സൈന്യം വളഞ്ഞില്ലേ, അവിടെ കൊണ്ട് അവസാനിച്ചു. ആ ദൈവാലയത്തിന് തീ വെച്ച് കല്ലിന്മേൽ ശേഷിക്കാത്ത വണ്ണം മുടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാറിയില്ലേ, അവിടെ കൊണ്ട് തീർന്നില്ല. ഏകദേശം 15 ലക്ഷത്തോളം യഹൂദനെ അന്ന് അവർ കൊന്നുകളഞ്ഞില്ലേ, അവിടെ കൊണ്ടും തീർന്നില്ല. 97,000-ഓളം ചെറുപ്പക്കാരെ, പ്രിയ സ്നേഹിതന്മാരെ, അന്ന് അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോയി അവരെ അഥവാ ലോകത്തിന്റെ ചന്തകളിൽ അവരെ വില പേശി വിറ്റില്ലേ, അവിടെ കൊണ്ട് തീർന്നു. AD 135 ആയപ്പോഴേക്കും പാലസ്തീനിൽ നിന്ന് യഹൂദന്മാരെ കെട്ടുകെട്ടിച്ചില്ലേ. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദൻ ചിതറിയില്ലേ. 20 ലക്ഷത്തോളം യഹൂദനെ കൊന്നുകളഞ്ഞില്ലേ. റഷ്യയിൽ തന്നെ നാം അറിയുന്ന പോലെ 2ാം ലോക മഹായുദ്ധകാലത്ത് 60 ലക്ഷത്തോളം യഹൂദനെ ഗ്യാസ് ചേമ്പറിൽ ചുട്ടുകളഞ്ഞില്ലേ ഹിറ്റ്ലർ. അങ്ങനെ ലോകത്തെല്ലാ സ്ഥലത്തും ഇന്ത്യ ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളിലും യഹൂദൻ വേട്ടയാടപ്പെട്ടു. അങ്ങനെ വേട്ടയാടപ്പെട്ട് അഥവാ അവർക്ക് രാഷ്ട്രമില്ലാതിരിക്കുമ്പോഴാണ് 2ാം ലോക മഹായുദ്ധം. 2ാം ലോക മഹായുദ്ധത്തിന്റെ കഥ പരിശോധിച്ചു കഴിഞ്ഞാൽ അഥവാ സഖ്യസേനയും അച്യുതന്റെ ശക്തികളും ഒരുപോലെ ഏറ്റുമുട്ടിയ യുദ്ധത്തിൽ അഥവാ അമേരിക്ക ജപ്പാന്റെ സാങ്കേതിക വിദ്യയോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ചോദിച്ചു യഹൂദനോട്, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വല്ല വഴിയുമുണ്ടോ? യഹൂദനോട് ചോദിച്ചു. യഹൂദൻ പറഞ്ഞു, ഞാൻ തരാം, പക്ഷേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ ദൈവം പറഞ്ഞ സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത അവർ സമ്മതിക്കുകയും അതും പ്രകാരം നാഗസ്വാലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വീണതുകൊണ്ടാണ് 2ാം ലോക മഹായുദ്ധം ജപ്പാൻ കൂപ്പുകുത്തുകയും സഖ്യസേനയെ തോൽപ്പിച്ചുകൊണ്ട് ഐക്യശക്തികൾ അഥവാ ആ യുദ്ധം ജയിച്ചു. അങ്ങനെയാണ് ആദ്യമായി ജെറുസലേമിലേക്ക് കടന്നു ചെല്ലുവാൻ യഹൂദനൊരു അവകാശം ലഭിച്ചത്. അങ്ങനെ 1917 ആ ബാൽബർ പ്രഖ്യാപനം വന്നുവെങ്കിലും 1948 പ്രിയരെ യഹൂദ രാഷ്ട്രമുണ്ടായത്. ആ രാഷ്ട്രമുണ്ടായ കാലം മുതൽ ഇന്ന് നാം പരിശോധിച്ചാൽ ആയുധം നിലത്ത് വെക്കുവാൻ അവർക്ക് കഴിയാത്തതിന്റെ കാരണം എന്തെന്ന്
എന്തെന്നറിയാമോ? ഈ ജീവനുള്ള ജീവനുള്ള മനുഷ്യാവതാരം, ദൈവത്തിന്റെ മനുഷ്യാവതാരമായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് വില പറഞ്ഞു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ മധ്യാഹ്ന സമയത്ത് ഞാൻ ഇത് പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് തുടിക്കുന്ന ജീവനും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കാണുന്ന പ്രകാശവും തന്ന ആ ദൈവത്തിന്റെ കാൽവറിയിലെ യാഗം നാം അറിയാതെ പോയാൽ ആട്ടുകൊറ്റന്മാരെയും കള്ളക്കൊറ്റന്മാരെയും അഥവാ പഴയ നിയമത്തിന് എന്തുകൊണ്ട് അർപ്പിച്ചു എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ആദം നബി യാഗം അർപ്പിച്ചു, എന്തുകൊണ്ട് നൂഹ് നബി യാഗം അർപ്പിച്ചു, എന്തുകൊണ്ട് ഇബ്രാഹിം നബി യാഗം അർപ്പിച്ചു എന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന കാൽവറി യാഗത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികൾക്ക് മധ്യേ കാൽവറിയുടെ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു മരിക്കുവാനുണ്ടായ കാരണം എന്തെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും പാപം. ആ പാപം ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായി നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്ത തെറ്റിനാണ് കർത്താവിന്റെ കൈകളെ അനേകർക്ക് അപ്പം നുറുക്കി കൊടുത്ത, അനേക കുഷ്ഠരെ തൊട്ട് സൗഖ്യമാക്കിയ ആ സൗഖ്യദായക കരങ്ങളിൽ കാലിരുമ്പാടി വെച്ചടിച്ചത് മറന്നു പോകരുത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അവന്റെ കാലുകളിലേക്ക് നീ നോക്കുമോ? പാപത്തെ പാൽ പോലെ ആസ്വദിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ പാതാളത്തിലാണായി നിത്യ നരകത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ കാലുകളെ കാലിരുമ്പാടി വെച്ചടിച്ചത്. അല്ലയോ ക്രിസ്തു, അങ്ങയുടെ തിരുമേനി പരിശുദ്ധ പരിപാവനമായിരിക്കുന്ന പൊന്നുമേനി എന്തുകൊണ്ട് അടിച്ചു വീഴാൽ പോലെ കീറി എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ജനിച്ചത് പാപത്തിലാണ്, ജീവിക്കുന്നത് പാപത്തിലാണ്. പാപത്തെ പാൽ പോലെ ആസ്വദിച്ച് പാപത്തിൽ മരിച്ചാൽ ഭയാനകമായി കെടാത്തതയും ചാകാത്തതും നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് നരക ശിക്ഷ അവന്റെ തിരുശരീരത്തിൽ റോമൻ ചാട്ടുപാടുകൾ ഞാഞ്ഞു പതിച്ചത്. സ്നേഹിത, മറന്നു പോകരുത്. ആ രക്തത്തുള്ളികൾ കാൽവറിയിൽ ഒഴുകിയത് എനിക്കും നിങ്ങൾക്കും മാനവരാശിക്കും വേണ്ടിയാണ്. മറന്നു പോകരുത്. ഈ യഹൂദൻ ആ രക്തത്തെ വില കൽപ്പിക്കാതെ ആ രക്തത്തെ നിഷേധിച്ചുവെങ്കിൽ ഇന്ന് അവൻ അതിന്റെ അനുഭവിക്കുന്നുവെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന സ്നേഹിതന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, നമ്മളിൽ എന്തുകൊണ്ട് സമാധാനമില്ല? നമുക്ക് പഠിപ്പുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നിനക്ക് വ്യക്തി സമാധാനമില്ലാത്തത്? എന്തുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകരുന്നു? എന്തുകൊണ്ടാണ് സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് മദ്യവും മയക്കുമരുന്നിൽ നീ ആശ്രയിക്കുന്നു ചോദിച്ചാൽ, ഈ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ ഹൃദയത്തെ കഴുകാത്തത് കൊണ്ടാണ്. ഒരു കാലത്ത് മദ്യഷാപ്പ് നടത്തിയും രാഷ്ട്രീയം കളിച്ചും ജീവിച്ച എന്നെ പോലുള്ള ഇവിടെയുള്ള പ്രഗത്ഭമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും എന്നെ അറിയാം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു കാലത്ത് അങ്ങനെ രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ അഥവാ ഭരണത്തിൽ പങ്കാളികളാവാൻ ശ്രമിച്ചിരുന്ന നമ്മളെ പോലെയുള്ളവരെ, അതുപോലെ പാപത്തെ പാൽ പോലെ ആസ്വദിച്ച് മദ്യം കഴിച്ചും ലോകത്തിന്റെ പാപത്തെ ജീവിച്ചിരിക്കുന്ന നമുക്ക് സ്വസ്ഥതയില്ലാതെ ജീവിച്ച മനുഷ്യ ജീവിതങ്ങളെ യേശു ക്രിസ്തുവിന്റെ രക്തം, ആ രക്തം, കാൽവറിയിലെ രക്തം എനിക്ക് വേണ്ടി അങ്ങ് കാൽവറിയുടെ ക്രൂശിൽ 2 കള്ളന്മാർ നടുവിൽ എന്റെ പകരക്കാരനായി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് നളറിക്കരഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ ജീവനെ വെച്ചു കൊടുത്തത് മറന്നു പോകരുത്. മറ്റാരും ഈ ലോകത്ത് നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല, മറ്റാരും നമുക്ക് വേണ്ടി ജീവനെ പകരം കൊടുത്തിട്ടില്ല. പ്രിയരേ, യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരാർത്ഥം കാൽവറിയിൽ മരിച്ചത്. നരകമെന്നൊന്നില്ലായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന് ഒരിക്കലും കാൽവറിയിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളമായി നിത്യമായ നരകം. ആ നരകത്തിൽ മനുഷ്യനെ മോചിപ്പിക്കുവാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടായിരുന്നുവെങ്കിൽ തന്റെ ഓമനപുത്രനെ കാൽവറിയിൽ തകർത്ത് കളയുവാൻ സ്നേഹസ്വരൂപനായ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മരിച്ചു എന്ന് ചോദിച്ചാൽ, സ്നേഹിത, അവൻ ദൈവമായിരുന്നാൽ അവൻ മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മനുഷ്യനായി വന്ന് മർത്യ ശരീരത്തിൽ അവൻ വെളിപ്പെട്ടത്. പാപമൊഴികെ മറ്റൊരുത്തൻ സമതുല്യനായി തീർന്ന് നമുക്ക് വേണ്ടി പാപം വഹിച്ച് കാൽവറി ക്രൂശിൽ മരിച്ചു. എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും രക്ഷകനാകുകയില്ലായിരുന്നു. അവൻ മരണം കൊണ്ട് അവസാനിച്ചില്ല. താൻ പ്രഖ്യാപിച്ചതുപോലെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ സ്ഥിരീകരിച്ച് പിലാത്തോസിന്റെ പടയാളി അവൻ കുന്തം കൊണ്ട് അവർ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ മരണം വരിച്ചു. പക്ഷേ അവന്റെ തിരുശരീരം ജോസഫും നിക്കോദിമോസും കൂടി പിലാത്തോസിനോട് ചോദിച്ച് ആ തിരുശരീരം താഴെ ഇറക്കി വെച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. നിക്കോദിമോസ് കൊണ്ടുവന്ന 100 രാത്രി ഇടിച്ചു കിട്ട സുഗന്ധക്കൂട്ട് അത് ആ സകലിന്റെ ശരീരം തേച്ചു പിടിപ്പിച്ച ശേഷം 12 അടി നീളമുള്ളതും 4 അടി വീതിയുമുള്ള നല്ല വെളുത്തൽ ഉണിയന്തുണി കൊണ്ട് ആ
തിരുശരീരം അങ്ങ് പൊതിഞ്ഞ് എംബാം ചെയ്തു. അതിനുശേഷം ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ഒറ്റ പാറയെ വെട്ടി ഉണ്ടാക്കിയ ഒരു കല്ലറ, ആ കല്ലറയ്ക്കുള്ളിൽ വെച്ച് ഇതാ റോമൻ സർക്കാരിന്റെ മുദ്രയും വെച്ചു. ഒരിക്കലും അവന് ഉയർക്കരുത് എന്നാണ് ലോകം ആഗ്രഹിച്ചത്. അവിടെ കൊണ്ട് തീർന്നില്ല. സാമ്രാജ്യ ശക്തിയ റോമൻ പടയാളികൾ അവന് കാവൽ നിന്നു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ ബ്രഹ്മമുഹൂർത്തം പൊട്ടിവിടുമ്പോൾ ഇതാ തൻ മരണാധികാരിയെ തന്റെ മരണത്താൽ നീക്കി തന്നെ അഥവാ വരിഞ്ഞു മുറിക്കിയ ശിലയുടെ ബന്ധമെടുത്ത് ശിലാകവാടം ഭേദിച്ച് മരിച്ചു വരുന്ന 3-ാം നാൾ അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ബുദ്ധൻ മരിച്ചു ഗയയിലടങ്ങിപ്പോയി, അഥവാ ഗുരുസ്വാമി ശിവഗിരിയടങ്ങിപ്പോയി, മുഹമ്മദ് നബി മരിച്ചു മെദീനത്തടങ്ങിപ്പോയപ്പോൾ ലോകോത്തര നേതാക്കന്മാരായിരിക്കുന്ന എല്ലാവരും, പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും പ്രസിദ്ധിയേറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞന്മാരും മസ്തിഷ്ക മല്ലന്മാരും മതഗുരുക്കന്മാരും മരിച്ച് ഭൂമിയിൽ മണ്ണിൽ അടങ്ങിപ്പോയപ്പോൾ ഇതാ യേശു ക്രിസ്തു മാത്രം മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ യേശു 40 നാൾ ഈ ഭൂമിയിലൂടെ വീണ്ടും തന്നെ അണിയടിച്ച അതേ പാദങ്ങളിൽ ഭൂമിയിൽ സഞ്ചരിച്ച ഒരുവൻ ഉണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് മേഘങ്ങളുടെ സ്വർഗാരോഹണം ചെയ്തു. ആ സ്വർഗാരോഹണ ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അന്നവൻ വളരെ അഥവാ ആഭാലവൃത്തം യഹൂദനവും ഒരിക്കൽ അവർ മാറത്തടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും, അല്ലയോ നസ്രേത്തുകാരനായ യേശുവേ, അന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ വിസ്തരിച്ചു, അങ്ങയിൽ ഒരു തെറ്റും കാണാതിരുന്നിട്ടും അവർ അങ്ങയെ ക്രൂശിൽ തറച്ചു. ഞങ്ങളാണ് കൊലപാതകത്തിന് ഉത്തരവാദികൾ. ആ ഉത്തരവാദികളായിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറത്തടച്ച് അടിച്ചു കരഞ്ഞുകൊണ്ട് അവർ യേശു ക്രിസ്തു രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്നാണോ, അന്ന് മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാകുകയുള്ളൂ. അന്ന് മാത്രമേ ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ അവസാനിക്കുകയുള്ളൂ. പ്രിയരെ, ഇത് ദൈവഗ്രന്ഥം വ്യക്തമാക്കിയിരിക്കുന്നതാണ്. അവസാനം അവർ കുത്തിമങ്കിലേക്ക് നോക്കി കരയുമെന്ന് അഥവാ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം അഥവാ 19-ാം അധ്യായത്തിന് 34-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശഭൂമികൾ മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ് പ്രിയരെ വിശുദ്ധ ബൈബിൾ. ആ ബൈബിൾ പ്രകാരം എന്നെ യഹോവനെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ, അവനും തള്ളിപ്പറഞ്ഞ രക്തത്തെ എന്ന് അവനിഞ്ഞെ തന്റെ അഥവാ ജീവരക്തമായി, തന്റെ മോക്ഷത്തിനുള്ള ഏക പാപം കഴിക്കുന്ന രക്തമായി, തന്റെ ജീവന്റെ രക്തമായി അവൻ ഏറ്റെടുക്കുന്നുവോ, ആ രക്ഷിതാവിനെ എന്ന് സ്വീകരിക്കുന്നുവോ, അന്ന് മാത്രമേ ഇനി ഈ ലോകത്ത് ഇസ്രായേലിന്റെ യുദ്ധം അവസാനിക്കുകയുള്ളൂ. അതുവരെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ലോകം ഭയാനകമായ അസമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ യഹൂദനെ ഇല്ലാതെയാക്കുവാൻ ഇവിടുത്തെ ഒരു സാമ്രാജ്യ ശക്തിക്കും കഴിയില്ല പ്രിയരെ. കാരണം അവസാന നാളിൽ ഇവൻ കുത്തിമെങ്കിലേക്ക് നോക്കി കരയുവാൻ വേണ്ടി, അവന് വീണ്ടെടുക്കാൻ വേണ്ടി ലോകത്ത് ദൈവത്തിന്റെ ജനമെന്ന് ദൈവം വേർതിരിച്ചു വിളിച്ച ആ ജനതയെ ശിക്ഷിച്ചു നിർത്തിയിരിക്കുന്നുവെങ്കിൽ, അല്ലയോ സ്നേഹിതന്മാരെ, ഒരിക്കലും ഇസ്രായേലിൽ ഇല്ലായ്മ ചെയ്യുവാൻ ഇവിടെ ഒരു മതത്തിനോ മതഭീകരതയ്ക്കോ കഴിയുകയില്ല, ഒരു സാമ്രാജ്യ ശക്തിയും കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്, അന്ത്യനാളുകളിലേക്ക് അവനെ ഒരുക്കി നിർത്തിയിരിക്കുക. അന്ന് വരെ അവനുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ലോക സമാധാനം വേണോ, വ്യക്തിക്ക് സമാധാനം വേണോ, കുടുംബത്തിന് സമാധാനം വേണോ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കുക. ആ ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൂങ്ങിക്കിടക്കുന്ന ആ ബാധയുടെ മുറിവുകളേറ്റ് നമുക്ക് വേണ്ടി ആ അറക്കപ്പെട്ട കുഞ്ഞാളായി കിടക്കുന്ന ആ ക്രിസ്തുവിനോട് നിങ്ങൾ പറയുക, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് ഈ ക്രൂശിൽ, എനിക്ക് വേണ്ടിയാണ് പാപത്തിന്റെ ശിക്ഷയായ ഭയാനകമായിരിക്കുന്ന മുറിവുകളേറ്റ് എനിക്ക് വേണ്ടി ആ തിരുരക്തം, ആ ജീവരക്തം, എനിക്ക് വേണ്ടി ആ ലോകത്തിന്റെ പാപം നമുക്ക് ദൈവ കുഞ്ഞാടായ അങ്ങ് എനിക്ക് വേണ്ടിയാണ് അറക്കപ്പെട്ടത്. ആ അറക്കപ്പെട്ട കുഞ്ഞാടായ അങ്ങ് മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റെന്ന് ജീവിക്കുന്ന ഏക സത്യദൈവമാണ്. സങ്കല്പ ദൈവമല്ല പ്രിയരെ, സത്യദൈവമാണ്. ആ സത്യദൈവമായ ക്രിസ്തുവിനോട് പറയുക, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി ജീവിക്കുന്നു. കർത്താവായ യേശുവേ, നീ മടങ്ങി വരും, എന്നെയും അവിടുത്തെ മകനാക്കി തീർക്കണമേ എന്ന് നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇൽപ്പിൽ ഈ ശബ്ദത്തിൽ നിങ്ങൾ സ്വീകരിച്ചാൽ പ്രിയരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനായിത്തീരുന്നു. മതം മാറുകയല്ല, മനം മാറുകയാണ് പ്രിയരെ, പുതിയ മനുഷ്യനായിത്തീരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നിത്യജീവനെ പ്രാപിക്കുവാൻ
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.